ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എനിക്ക് പനിയാണ്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തീരെ വയ്യത് ഇന്നലെ വീഡിയോ ഇടാനത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ. അപ്പോൾ വാപ്പയാണ് എന്നെ കൊണ്ടുവിടുന്നത്. ഉമ്മയും വാപ്പയും കുഞ്ഞുമായിട്ട് പിന്നെ വന്നോളാന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാലാച്ച് വീട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങോട്ട് കയറി, ഇനി ഉമ്മിയും ഐസുമനും വരാനിട്ട്. അപ്പോൾ അവർ വന്നിട്ട് അവരോട് പോകാമെന്നാണ് വിചാരിച്ചേ. ഞാൻ പോസ്റ്റാണ്. ഏതെങ്കിലും ഒരു കൂട്ടുകാരികളൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാതിരുന്നു. പക്ഷെ 2 കൂട്ടുകാരികളെ കണ്ടുള്ളൂ. വേറെയും കുറേ പേരൊക്കെ കാണാനുണ്ട്, പക്ഷെ ആരും കണ്ടില്ല. ഇവനുമായിട്ട് അപ്പുറത്തോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ നല്ല ചൂടും വെയിലും ഒക്കെ. എനിക്ക് ഒന്നാമത് പനിയുടെ ആരംഭം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനുമായിട്ട് ഇവൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ കൊച്ചാപ്പായിട്ട് ഹായ് പറയാൻ പറഞ്ഞു. ടാറ്റയൊക്കെ തന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു കൊച്ചാപ്പ. ഇനിയുണ്ട് കൊച്ചാപ്പ, അമ്മനെ കാണിച്ചു തരാം. അപ്പുറത്താണ്, പക്ഷെ ഞങ്ങൾ ഇപ്പുറത്താണ് അല്ലേ മൈനെ. ഇങ്ങനെ റീലൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞും വാപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോൾ ഈ വീട്ടിൽ വന്നാലും ഈ സോഫയ്ക്കകത്ത് തന്നെ കേട്ടോ. അവരവിടെ പിന്നെ എണീക്കത്തില്ല, അതിനകത്ത് തന്നെ കളി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വിളയിച്ചു. എനിക്ക് പുതിയതായിട്ട് കിട്ടിയ സംസാരിച്ചു തുടങ്ങിയല്ലേ. കാണാറൊക്കെ കിട്ടും, പക്ഷേ ഇന്നലെയാണ് ഞങ്ങൾ എന്നിട്ട് അടുത്തത് ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ സംസാരിച്ച് ഞങ്ങളങ്ങ് കൂട്ടുകാരികളായി. നല്ല വൈബാണ് ആള് കേട്ടോ. അങ്ങനെ അവൾ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റില്ല. ചോറൊക്കെ കൊണ്ടിട്ട് ദിവ വന്ന ഇനി റെസ്റ്റിനുള്ള സമയമാണ്. അവളെ ഇന്നലെ കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ ഐശു. ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, പക്ഷേ അങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ കിട്ടി. ഇന്നലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് ചിരിച്ചോണ്ട് ലാസ്റ്റ് മിണ്ടി. അങ്ങനെ അങ്ങ് കൂട്ടായി. അപ്പോൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ. അവിടെ കാർട്ടൂൺ നടക്കുന്നു, അതെങ്കിലും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര വെയിലും അത്യാവശ്യം ചൂടും അത്യാവശ്യം നല്ല തിരക്കും. റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവന്മാർ കഴിക്കാൻ പോയ കാര്യം പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല പോളിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ വീട് എടുക്കുന്ന നേരത്തെ ഇവന്മാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇവള് പാട്ട് കളി. ഇവളുടെ പേര് അറിയാലോ, ആമി. ഇവള് നല്ല രസമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കാലേക്ക് വന്ന് പിടിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും വന്ന് പിടിക്കും. അത് കണ്ടോ, കിളികളെല്ലാം ചൂട് കാരണം വെള്ളത്തിൽ കുളിക്കാൻ വരുന്നത്. എൻ്റെ കൊച്ചിനെ കാണുമ്പോഴത്തേക്ക് അവനാ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അതുങ്ങളെല്ലാം പറന്നു. ഓടുന്ന കണ്ടില്ലേ, കൂരിപ്പോയെല്ലാം ഓടിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നു. നോക്കട്ടെ എന്തോ കാര്യങ്ങളൊക്കെയാണ്. പോകാന്ന് വിചാരിച്ചതാ. അപ്പോൾ അനിയത്തി വരുന്ന കാര്യം എന്നാൽ പിന്നെ അവിടെ നിൽക്കാതെ വെച്ചാൽ അവളുമായിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് പോകാം. ഇന്ന് വൈകിട്ട് പൊറോട്ട ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇനി പൊറോട്ടയും കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ഹൗസിനെ കാണിച്ചു തരാം. അവളെ എങ്ങനെ വീഡിയോക്കകത്തൊന്നും വരുന്നതാണല്ല. അപ്പോൾ ഞാൻ അവളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. പിള്ളേർക്കൊക്കെ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണമാണ്. അങ്ങനെ പൊറോട്ടയും ഇറച്ചിയും ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാണ്. കാരണം ഇനി നിന്ന് അവൻ എന്നെ ഇറക്കി വിടും. അതുപോലത്തെ പോളിംഗ് ചെയ്യുന്ന അവരെ മുടിപ്പിക്കുമായിരുന്നു രാവിലെ തൊട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയോളം നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ. കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.